ഇന്ന് നല്ലൊരു മീൻകറി ഉണ്ടാക്കുന്നത് നോക്കാം. ഇതെൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന രീതിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ആദ്യം നമുക്ക് അരപ്പ് റെഡിയാക്കണം. ഒരു മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് തേങ്ങ, 2 കൊച്ചുള്ളി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കണം. ഇനി 4-5 കുടംപുളിയും കൂടി നല്ല ചൂട് വെള്ളം ഒഴിച്ച് കുതിരാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിരിപ്പുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നീളത്തിലരിഞ്ഞ് വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ഇഞ്ചിയും വെളുത്തുള്ളിയും മൂത്ത് വരണം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ സവാള ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. സവാളയ്ക്ക് പകരം കൊച്ചുള്ളി ആയാലും ചേർത്ത് കൊടുക്കാം. കൊച്ചുള്ളി ആകുമ്പോൾ ടേസ്റ്റ് ഒന്നുകൂടി കൂടും. സവാളയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടി, 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി ഇത്രയും ചേർത്ത് പൊടികളുടെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഈ സമയത്ത് നന്നായിട്ട് തീ കുറച്ച് വയ്ക്കണം, അല്ലെങ്കിൽ നമ്മുടെ പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളവും കൂടി കലക്കി ഒഴിക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അരപ്പും പൊടികളും എല്ലാം നല്ലപോലെ മിക്സായി കിട്ടണം. ഇനി നമ്മൾ നേരത്തെ കുതിരാൻ വെച്ച പുളിയും വെള്ളവും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പുളി പെട്ടെന്ന് കറിയിലേക്ക് ഇറങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട് വെക്കുന്നത്. ഇനി എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് അതിലേക്ക് 2 പച്ചമുളകും 1 തക്കാളിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. നല്ല ചൂട് വെള്ളം വേണം ചേർത്ത് കൊടുക്കാൻ. നന്നായി മിക്സ് ചെയ്ത് ഈ സമയത്ത് നമുക്ക് കറിക്ക് ആവശ്യമായ ഉപ്പും ചേർത്ത് കൊടുക്കാം. കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് നമുക്ക് തിളപ്പിച്ചെടുക്കാം. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. നമ്മുടെ കറി ഇവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ചൂരയാണ് എടുത്തിരിക്കുന്നത്. ഇനി പതുക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മൂടി വെച്ച് 6-7 മിനിറ്റ് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് മൂടി തുറന്ന് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. പതുക്കെ വേണം ഇളക്കി കൊടുക്കാൻ, അല്ലെങ്കിൽ മീൻ ഉടഞ്ഞു പോവും. വീണ്ടും അടച്ചു വെച്ചൊന്ന് വേവിക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് നമുക്കിനി തുറന്ന് നോക്കാം. നമ്മുടെ കറിയൊക്കെ ഇവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെക്കേണ്ട, തുറന്ന് വെച്ച് തന്നെ നമുക്ക് കറി വറ്റിച്ചെടുക്കാം. ഈ സമയത്ത് ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് ഉപ്പ് കുറവാണെങ്കിൽ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഇടയ്ക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം, മീൻ ഉടയാതെ പതുക്കെ വേണം ഒന്ന് ഇളക്കി കൊടുക്കാൻ. ഇപ്പോൾ നമ്മുടെ മീൻ കറി റെഡി ആയിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് കറി നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം. എൻ്റെ വീട്ടിൽ ചെയ്യുന്ന രീതിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായം അറിയിക്കുക. താങ്ക്